ഓക്കെ, ഇത് നമുക്കിപ്പോൾ എന്താ പ്രൈസ്? നമുക്ക് 5,85,000 രൂപ കൊടുക്കാം. 5,85,000 കൊടുക്കാം. 5,85,000 രൂപയ്ക്ക് ഓടിയതോ? 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര? 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 20,000 ഓടിയിട്ടുള്ളൂ ശരിക്കും? സർവീസ് ഹിസ്റ്ററി ഉണ്ട്. അടിപൊളി കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണേ. 15,76,000 ഓടിയ ആസ്റ്റ. എന്താ വില? നമുക്ക് 5,10 കൊടുക്കാം. 5,10 16 വണ്ടി അല്ലേ? അടിപൊളി. നമുക്ക് നിലവിലൊരു 2,80 നമുക്ക് കൊടുക്കാം. 2,80,000 നമുക്ക് 1,25,000 രൂപയ്ക്ക് കൊടുക്കാം. 1,20,000 കൊടുക്കാം. ഓക്കെ, ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? നമുക്ക് 4,20,000 രൂപയ്ക്ക് കൊടുക്കാം. 4,20,000 15 വരണം. ഈ ഒരു എപ്പിസോഡിലെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ കിടിലം വണ്ടികൾ എടുപ്പുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ വണ്ടിയും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ, അത്യാവശ്യം മോഡൽ കൂടിയ വണ്ടികളാണ്. അതിന് പുറമെ ഇവിടെ ഞാൻ കാണിക്കുന്ന ഒരുവിധം വണ്ടികൾക്ക് എല്ലാം 1 ഇയർ വാറണ്ടിയും കിട്ടും. ഈ വാറണ്ടീൻ്റെ ഒക്കെ കേസ് പറയുകയാണെങ്കിൽ അത്രയും ചെക്ക് പോയിൻ്റൊക്കെ അവർ ചെക്കിങ്ങും ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ വണ്ടികളൊക്കെ സംഭവം ഓൾറെഡി പക്കയായിരിക്കും. പിന്നെ ഭാവിയിൽ നിങ്ങൾക്ക് വരാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 1 വർഷത്തെ വാറണ്ടി എന്നൊക്കെ പറയുന്നത്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഓട്ടോ വെഞ്ചറിലാണ്. ഓട്ടോ വെഞ്ചർ ശരിക്കും കൊടുവള്ളിയിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അവങ്ങാനത്തെ വീഡിയോ നമ്മൾ ഇനി മുമ്പിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാണാത്തോണ്ടെങ്കിൽ കയറി കണ്ടോ, അവിടെയും കുറേ വണ്ടികളുണ്ടായിരുന്നു. അപ്പോൾ കുറേ വണ്ടികൾ അവർ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഇന്നത്തെ ഈ ഒരു വീഡിയോൻ്റെ എന്താ പറയുക സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇയറിൻ്റിങ് ആണല്ലോ, ഓഫ് കോഴ്സ്. അപ്പോൾ മാക്സിമം വില കുറയണമല്ലോ. അങ്ങേ അറ്റം വില കുറച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചിട്ട് തരാൻ പറ്റുന്നതിൻ്റെ അങ്ങ് അറ്റം വില കുറച്ചിട്ടാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. പിന്നെ ഇവർ പറയുന്ന വിലയിൽ നിന്ന് നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നതെങ്കിൽ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ഒരാൾ പോലും ഈ വീഡിയോ മിസ് ചെയ്യരുത്. കാരണം കുറേ നല്ല വണ്ടികൾ മാക്സിമം വില കുറച്ചിട്ടുണ്ട്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, അത് നിങ്ങൾ വന്ന് തന്നെ നോക്കിക്കോളൂ. പിന്നെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ. രണ്ടാമതും മൂന്നാമതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് വെച്ചേക്ക്. കാരണം പുതിയ അപ്ഡേഷൻസ് കിട്ടുമല്ലോ. അതിൻ്റെ പുറമെ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. ഷെയർ ചെയ്യാൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അധികം ആൾക്കാർ നല്ല വണ്ടി നോക്കി നടക്കുന്നുണ്ടാവും. അവരിലേക്ക് ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ്. കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ വിവേക് ഉണ്ട് കൂടെ, കംപ്ലീറ്റ് ഡീറ്റെയിൽ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. വിവേക് ബ്രോ, എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് കുറച്ച് കിടിലൻ വണ്ടികൾ കാണിച്ചു കൊടുക്കാം. ക്വാളിറ്റി ഉള്ള വണ്ടികളെല്ലാം, അതായത് ക്വാളിറ്റി വേണം, വില കുറയണം. അതാണ് എല്ലാവർക്കും വേണ്ടത്. അത് അങ്ങനെ കൊടുക്കൂല നമ്മൾ ഓഫർ ഉള്ളതുകൊണ്ട് മാക്സിമം സെറ്റ് ആക്കി കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു എപ്പിസോഡിലെ ആദ്യത്തെ വണ്ടി ഒരു എക്സെന്റ് അല്ലേ? എക്സെന്റ് ഏതാ മോഡൽ? 15 മോഡൽ എക്സെന്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 85,000 കിലോമീറ്റർ ആണ് 85 ഓടിയിട്ടുണ്ട്. പിന്നെ ഇത് വേരിയന്റ് എസ് ആണ്. എസ് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. ഇതിന്റെ ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്, കുറ്റമൊന്നും പറയാനില്ല. സ്റ്റിയറിംഗ് കൺട്രോൾസ് മുതൽ എല്ലാവിധ സാധനങ്ങളും വരും. ബട്ടൺ സ്റ്റാർട്ടും സംഭവങ്ങളൊക്കെ SX-ലേ വരുള്ളൂ അല്ലേ? ഓക്കെ, ഇതിന്റെ അലോയിൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സെപ്പറേറ്റ് ചെയ്താന്ന് തോന്നുന്നു അല്ലേ? ഇത് ശരിക്കും വേറൊരു കേസ് കൂടി പറഞ്ഞാൽ 4 ടയറും പുത്തൻ ടയറാണ് കേട്ടോ. പിന്നെ അപാധയൊന്നും ഇല്ല ബ്രോ? ഇല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. എന്താ വില? നമുക്കിതൊരു 3,60,000 രൂപ കൊടുക്കാം. 3,60,000 14 വണ്ടി കൊടുക്കാം. 15 വണ്ടി. ഓക്കെ, 3,60,60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് പെട്രോൾ വണ്ടി എടുക്കാം. അതും പിന്നെ കംപ്ലൈൻസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടി അല്ലേ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു ഓട്ടോമാറ്റിക് ആണ്. 2017 മോഡൽ എക്സെറ്റ് ആണ്. 17 എക്സെറ്റ്, അതായത് 17 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണെന്നുള്ളതാണ് ഹൈലൈറ്റ്. പിന്നെ MT വരും അല്ലേ? അതെ, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. എക്സെറ്റ് A എന്ന് വരും കേട്ടോ. അതെ, എക്സെറ്റ് A ആണ് വരിക. അന്ന് എക്സെറ്റ് A ഉള്ളൂ, പ്ലസ് ഇല്ല. പിന്നെ ഇന്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം പക്കയുണ്ടോ, ഒരു കുറ്റവും പറയാനില്ലേ. കിലോമീറ്റർ നമുക്ക് 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര? 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 50? അതെ, 50,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 17 അല്ലേ? 17 വണ്ടി. എന്തായാലും കൊടുക്കും? നമുക്കൊരു 4,40,000 കൊടുക്കാം. 4,45 1 ഇയർ വാറണ്ടി കൊടുക്കാം. 1 ഇയർ വാറണ്ടി കൊടുക്കാം. അടിപൊളി. 4,40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു ഓട്ടോമാറ്റിക് വണ്ടി 17 എടുത്തുകൊണ്ട് പോവാം. 1 ഇയർ വാറണ്ടിയോട് കൂടിയിട്ടല്ലേ? അതുപോലെ തന്നെ ഇവിടെ ഒരു വാഗണർ 2022 വണ്ടിയാ. 22. ഇത് 17,000 ഓടിയിട്ടുള്ളൂ. ZXi ZXi എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ അല്ല, ZXi പ്ലസ് ആണ് ഇപ്പോൾ ഫുൾ ഓപ്ഷനിലേക്ക് വരുന്നത്. വ്യത്യാസമൊന്നുമില്ലല്ലോ. പിന്നെ ഇത് ഓട്ടോമാറ്റിക് അല്ല, നല്ല മാനുവലാ. അതെ. ഓടിയതോ? കിലോമീറ്റർ ഓടിക്കുന്നത് 17,000 ഓടിയിട്ടുള്ളൂ. 17. നമുക്ക് 27 വരെ വാറണ്ടി, കമ്പനി വാറണ്ടി വരുന്നുണ്ട്. കമ്പനി വാറണ്ടി ഉണ്ട്. 27 വരെ വാറണ്ടി ഉണ്ട്. നിലവിൽ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല അല്ലേ? ഈ സൈഡ് ഒന്ന് തുറന്നാൽ മതി. ഞാൻ ഇവിടെ തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇന്റീരിയർ ഒന്ന് കാണിച്ചു കേട്ടോ. ഇന്റീരിയർ നല്ല അടിപൊളി സീറ്റൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? ചെയ്തിട്ടുണ്ട്. നിലവിൽ വേറെ കംപ്ലൈന്റ്സോ കാര്യങ്ങളൊന്നുമില്ല. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരും. ഒരുവിധം വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. പിന്നെ 22 വണ്ടി 17,000 കിലോമീറ്റർ ഓടിയത് എന്ത് വിലക്ക് കൊടുക്കാം? നമുക്ക് ഈ കണ്ടീഷനിൽ നമുക്ക് ഒരു 6 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 6 ലക്ഷം? 6 ലക്ഷം രൂപ. 22 വണ്ടി 6 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം അല്ലേ? അത് 5 സംതിങ്ങിന് നീ കൊടുക്കണം. മാക്സിമം നെറ്റായി കൊടുക്കാം. നമുക്ക് കസ്റ്റമർ വന്നോട്ടെ. ചിലപ്പോൾ 590, 580 എത്രയെന്ന് വെച്ചാൽ സംസാരിച്ചിട്ട് മാക്സിമം 5 സംതിങ്ങിന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോട്ടോ. ഒരു റീപ്ലേസ് ഇല്ലാത്ത നല്ല കിഡിലൻ സാധനം. അതും 22 അല്ലേ? 22 വണ്ടി. അതുപോലെ തന്നെ ഒരു ഓട്ടോമാറ്റിക് ആണ് വണ്ടി. സെലേറി ഓട്ടോമാറ്റിക്കാ? അതെ, അത് 16 മോഡല് 17 രജിസ്ട്രേഷൻ ആണ് വണ്ടി.
16 മോഡൽ 17 രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക് AMT അല്ലേ? AMT സിംഗിൾ ഓണർഷിപ്പ് 27,000 ആകെ ഓടിയിട്ടേ ഉള്ളൂ. ആകെ 27 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇത് ZXi അല്ലേ? ഓക്കെ. സ്റ്റിയറിംഗ് കൺട്രോൾസും എല്ലാ സാധനവും വരും. എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു 1 ഇയർ വാറണ്ടി ഇതിനും കൊടുക്കാം. ഇതൊക്കെ പിന്നെ വാറണ്ടി കൊടുക്കണ്ട, അതിനൊരു കുഴപ്പം വരില്ല. അത് മര്യാദയ്ക്ക് ഉപയോഗിച്ച ഒരു കുഴപ്പം വരില്ല. വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. ഒരു അപാകതയും നിലവിൽ ഇതിനകത്ത് പറയാനില്ല. ബോഡി വൈസ് ഒന്നും കുഴപ്പമില്ല. റീപ്ലേസ് ഒന്നുമില്ല. വില നമുക്കൊരു 4,45,000 രൂപയ്ക്ക് കൊടുക്കും. 4,45,000. ഓഹോ, നിങ്ങളെ ക്രിസ്മസ് ട്രീ കൊണ്ട് വണ്ടീന്റെ ഫ്രണ്ട് കാണുന്നില്ല. ഓക്കെ. 4,45,000 രൂപയ്ക്ക് 2017 വണ്ടി. അതും ഓട്ടോമാറ്റിക്, ലോ കിലോമീറ്റർ. ഓക്കെ, എന്നാലും നിങ്ങൾ മിസ് ചെയ്യാണ്ട് നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഒരു ഇലക്ട്രിക് കിടപ്പുണ്ടല്ലോ ബ്രോ. ഇലക്ട്രിക് നമുക്ക് സ്പെഷ്യൽ ഓഫറിൽ കൊടുക്കാം. സ്പെഷ്യൽ ഓഫർ എന്താ വെച്ചാൽ 2022 വണ്ടിയാ. ഡാർക്ക് എഡിഷൻ. ഇത് വയനാട് രജിസ്ട്രേഷൻ ആണല്ലോ. അതെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 36,000 ഓടിയിട്ടുള്ളൂ. വാറണ്ടിയും ടൈം ഉണ്ട്. 1 ഇയർ വാറണ്ടി, എഞ്ചിൻ വാറണ്ടി ഉണ്ട്. 22 എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 30 വരെയൊക്കെ വാറണ്ടി ഉണ്ടാവില്ല. 8 വർഷം ഇനി ടോട്ടൽ ഇനിയിപ്പോ 5 വർഷത്തോളം ടൈം ഉണ്ട്. ബാറ്ററി മോട്ടറൊക്കെ. അതെ 8 വർഷം എങ്ങനെയാണെന്ന് തോന്നുന്നു എനിക്ക്. 8 വർഷം ടോട്ടൽ വാറണ്ടി വരുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു 18 ലക്ഷം രൂപ റേഞ്ച് വരുന്ന വണ്ടിയാണ്. അടിപൊളി വണ്ടിയാണ്. പിന്നെ ഇന്റീരിയർ ഒക്കെ അടിപൊളിയാണ്. നിലവിൽ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന്റെ സർവീസ് ഒക്കെ ഉണ്ടോ? സർവീസ് ഉണ്ട്. കറക്റ്റ് സർവീസ് ആണ്. ഇപ്പൊ ഇതിന്റെ ചെക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് എത്ര റേഞ്ച് എത്രയാണ്? നമുക്കൊരു സ്പെഷ്യൽ ഓഫർ ആയിട്ട് ഇയർ എൻഡിൽ ഒരു 12.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 12,25,000 രൂപയ്ക്ക് നമുക്ക് ഡാർക്ക് എഡിഷൻ EV കൊടുക്കാം. ഇതിന്റെ റേഞ്ച് എത്ര കിട്ടുക? റേഞ്ച് നമുക്ക് 350 ആണ്. ഇത് പ്രൈം ആണ് വരുന്നത്. പ്രൈമാണ്. 350ന്റെ അടുത്ത് എന്തായാലും 300ന്റെ അടുത്ത് എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. അത് വേറൊരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഡാർക്ക് എഡിഷൻ 22 മോഡൽ 30 ഓടിയിട്ടുള്ളൂ. 36,000 കിലോമീറ്റർ. ഓൾമോസ്റ്റ് ഒരു 6-7 ലക്ഷം രൂപ ഡിപ്രീസിയേഷനിൽ കൊടുക്കാം അല്ലേ? ഓക്കെ. എന്തായാലും റീപ്ലേസ് ഒന്നുമില്ല. അടിപൊളി. ഒരു ഐട്ടൺ നമുക്ക് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ഐട്ടൺ 2014 മോഡൽ ആസ്റ്റ. 14 സിംഗിൾ ഓണർഷിപ്പ് 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 15,000 ഓടിയിട്ടുള്ളൂ. നമുക്ക് ടയർ 4 എണ്ണം പുത്തൻ തന്നെ ഫ്രഷ് ഇട്ടിട്ടേ ഉള്ളൂ. നമ്മളിട്ടല്ല കസ്റ്റമർ ഇട്ടേക്കുന്നതാണ്. അതിൽ തന്നെ എന്താ വെച്ചാൽ ടയർ പഴയത് മോശമായിട്ട് ഓടാതെ വെച്ചിട്ടേ അങ്ങനെ മാറ്റിയതാണ് ടയർ. അതായത് 15,000 കിലോമീറ്റർ ഇപ്പോഴും ഈ വണ്ടിയൊക്കെ ജെനുവിൻ കിലോമീറ്ററോട് കൂടി കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ഭുതമാണല്ലേ? പിന്നെ എന്താ പറയുക, ബട്ടൺ ഷാട്ട് വരും. നിലവിൽ അന്ന് ഇറങ്ങിയ ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെയാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസും എല്ലാ സാധനവും. ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ഇതിന്റെ അകത്ത് 80 ആണ് വരിക. നല്ല രസമായിട്ട് ഉപയോഗിക്കാനും പറ്റും. റീപ്ലേസ് അന്ന് ഇറങ്ങിയപ്പോൾ CVT ആണ് വരുന്നത് തോന്നുന്നുണ്ട്. 14 CVT ആണോ 80 ആണോ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കണേ. നമ്പർ വിളിച്ചിട്ടുണ്ടല്ലോ. 14 എനിക്ക് 15 ശേഷമാണ് 80 ഗിയർ ബോക്സ് വരുന്നത്. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. ഒരു ഷോറൂം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒട്ടും കുറഞ്ഞു പോകില്ല അല്ലേ? ഒരു ഡോർ മൈനർ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അതൊന്നും എടുത്ത സമയത്ത് എന്തോ ഒരു ചെറിയൊരു ഇതിൽ ഫുൾ കാർ ബമ്പർ ഡോമർ ഇൻഷുറൻസ് അല്ലേ, അതിൽ ക്ലെയിം ചെയ്തതാണ്. വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോ നമുക്ക് വില എന്തോ 4,50,000 രൂപയ്ക്ക് കൊടുക്കും. 4.5 ലക്ഷം രൂപ 2014 വണ്ടി. കമ്പാരിറ്റീവ്ലി വില കൂടുതലാണ്. പക്ഷെ അത് കിലോമീറ്ററിലും വണ്ടിയുടെ വൃത്തിയിലും ഒന്നും നോക്കാനില്ല. വണ്ടി അത്രയും ഫിറ്റ് ആണ്. 4 പുത്തൻ ടയറും ഉണ്ട്. ഒന്നും ചെയ്യേണ്ട, എടുത്തുകൊണ്ട് ഓടിച്ചാൽ മതി അല്ലേ? എന്തായാലും നോക്കിക്കോട്ടെ. നല്ല ക്ലീൻ വണ്ടിയാണ്. വിവേക് ബ്രോ, എന്തായാലും എന്താ ഇവിടെ പുറത്ത് കുറെ വണ്ടികൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാം അല്ലേ? ഈ പറഞ്ഞ ഏതാ മോഡൽ? 2015 മോഡലാണ്. 15 S ആണ്. 66,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. പെട്രോൾ ആണല്ലേ? അതായത് പെട്രോൾ ആണെന്നോ ഒരു 12 മുതൽ 15 വരെ മാക്സിമം മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. പിന്നത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ കംപ്ലൈന്റ് വളരെ കുറവായിരിക്കും. വെർണ S വേരിയന്റ് ആണ്. ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ വരും. നല്ല അടിപൊളി ഇന്റീരിയറും എക്സ്റ്റീരിയർ. ഒരു സ്ക്രാച്ചസോ ഡെന്റോ ഒന്നുമില്ല അല്ലേ? ഒന്നുമില്ല. ഇത് വേറെ എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് അല്ലേ? അതായത് സെക്കൻഡ് ഫേസ് വന്ന വണ്ടിയാണ്. 2015 അല്ലേ? ഓക്കെ. ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? നമുക്ക് 4,20,000 രൂപയ്ക്ക് കൊടുക്കാം. 4,20,000 15 വരുന്ന പെട്രോൾ കേട്ടോ. നല്ല കിഡിലൻ സാധനം അല്ലേ? ഇത് 1.6 തന്നെയല്ലേ വരുന്നത്? പവർ ഒരു രക്ഷ ഉണ്ടാവില്ല അല്ലേ? അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇയോണ് 2016 മോഡല് ഇറാപ്ലസ് ആണ്. 16 ഇറാപ്ലസ് അല്ലേ? ഇറാപ്ലസ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നിലവിൽ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 49,000 കിലോമീറ്റർ ഓടിക്കുന്നു. 49 ഓടിയിട്ടുള്ളൂ. വണ്ടി ഓവറോൾ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. പക്ഷെ എന്താ പറയുക, ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടല്ലേ? ഒന്ന് എന്താ പറയുക, ഒന്ന് പോളിഷ് ചെയ്യാനൊക്കെ ഉണ്ട്. പോളിഷ് നീറ്റാക്കാനുണ്ട്. വണ്ടി ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. ഇന്ത്യയിൽ അത്യാവശ്യം നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ 2 ഡോർ പവർ വിൻഡോയും കാര്യങ്ങളൊക്കെ വരും അല്ലേ? വരും. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. എന്താ പ്രൈസ് വരുന്നത്? പ്രൈസ് നമുക്ക് 2,45 ചോദിക്കുന്നു. 2,40,000. 2016 വണ്ടി അല്ലേ? നമ്മൾ ഈ പറഞ്ഞ പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ അല്ലേ ബ്രോ? നെഗോഷ്യബിൾ. നമ്മുടെ ആൾക്കാർക്ക് മാക്സിമം കുറച്ച് കൊടുക്കണം. മാക്സിമം കുറച്ച് കൊടുക്കും ചെയ്യും. ലോൺ മാക്സിമം
ചെയ്തും കൊടുക്കാം അല്ലേ? ഓൾമോസ്റ്റ് ഒക്കെ ഒരു ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ തന്നെ ഇറക്കി കൊടുക്കാം. അതെ. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നല്ല അടിപൊളി ഒരു i20 ആണ്, റെഡ് കളർ വണ്ടി അല്ലേ? അതെ 2017 മോഡലാണ്. 17 സ്പോർട്സ് ആണ്. സ്പോർട്സാ? 17 മോഡൽ സ്പോർട്സ് ആണ്. സ്പോർട്സ് എന്ന് പറയുമ്പോൾ അലോയ് വീലും ബട്ടൺ ഷാട്ടൊന്നും ഉണ്ടാവില്ല. ബാക്കി ഒരു എല്ലാ ഫീച്ചേഴ്സും വരും അല്ലേ? സീരിയോ കൺട്രോളർ. എന്തെങ്കിലും അപാകത ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓടിയതോ? 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര? 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 20,000 ഓടിയിട്ടുള്ളൂ ശരിക്കും? സർവീസ് ഹിസ്റ്ററി ഉണ്ട്. അടിപൊളി കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണേ. വെറും 20,000 എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെ അല്ലേ? ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം എല്ലാ സാധനങ്ങളും വരും. നമുക്ക് 1 ഇയർ വാറണ്ടി കൊടുക്കാം ഈ പറഞ്ഞ വണ്ടികൾക്കൊക്കെ. എനിക്ക് തോന്നുന്നു ഈ 17 കമ്പനി ഇട്ട ടയർ തന്നെയാണ് കിടക്കുന്നത് അല്ലേ? റീപ്ലേസും ഇല്ല. 1 ഇയർ വാറണ്ടി കൊടുക്കാം. വാറണ്ടി 1 ഇയർ വാറണ്ടി കൊടുക്കാം. 17 വണ്ടി. വിലയോ? വില നമുക്ക് 5,50,000 രൂപ. 5,50,000 രൂപ. അത് നെഗോഷ്യബിൾ ആവില്ല? ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്താം. 17 വണ്ടി 5.5 ലക്ഷം രൂപ, വെറും 20,000 കിലോമീറ്റർ പെട്രോൾ വണ്ടി അല്ലേ? പെട്രോൾ ആണെന്നുള്ളതാണ് ഹൈലൈറ്റ്. കംപ്ലൈന്റ് കുറയും, ലേശം മൈലേജ് കുറയും അല്ലേ? മൈലേജ് കുറയും. പക്ഷെ വണ്ടി നമുക്ക് വാറണ്ടി കൂടെ വരുമ്പോൾ വണ്ടിക്കൊന്നും നോക്കാനില്ല. ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാം അല്ലേ? അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ? സ്വിഫ്റ്റ് ഡിസയർ ആണ്. പെട്രോൾ ഡിസയർ അല്ലേ? 2013 മോഡൽ VXi. 13 VXi പെട്രോൾ വണ്ടി, മിഡിൽ ഓപ്ഷൻ അല്ലേ? അതെ 78,000 കിലോമീറ്റർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നിലവിൽ. 78 ഓടി സെക്കൻഡ് ഓണർഷിപ്പ്. ഇതിൽ എന്തെങ്കിലും അപാകത ഉണ്ടോ ബ്രോ? ഇല്ല, അപകടങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇന്റീരിയർ ഒന്ന് കാണിച്ചു കേട്ടോ. ഇന്റീരിയർ ഒന്നും മോശമില്ല കേട്ടോ. അതായത് ആ ഒരു മോഡലിനെ അപേക്ഷിച്ച് വൃത്തിയുണ്ട്. പിന്നെ പെട്രോൾ ആയതുകൊണ്ട് തന്നെ കിലോമീറ്റർ എത്ര പറഞ്ഞത്? കിലോമീറ്റർ 78,000. അത് ഹിസ്റ്ററി ഒക്കെ കൊടുത്തു നമുക്ക് കൊടുക്കാം. നല്ല വൃത്തിയുണ്ടോ വണ്ടി? ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 3.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 3.5 ലക്ഷം രൂപയ്ക്ക് VXi വണ്ടി. 72 രജിസ്ട്രേഷൻ ആണ്, വയനാട് രജിസ്ട്രേഷൻ അല്ലേ? എന്തായാലും മോശമൊന്നുമില്ല, നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. മാക്സിമം കുറച്ച് കൊടുക്കണം, എനിക്ക് അതേ പറയാനുള്ളൂ. മാക്സിമം കുറച്ച് കൊടുക്കാം, കാരണം ഇറണ്ടിങ് ഒക്കെ ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വില പൊട്ടിച്ച് കൊടുക്കുന്നത്. നമുക്ക് OLX റേറ്റ് ആവില്ല. കസ്റ്റമേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ OLX റേറ്റ് വ്യത്യാസം വരും. അതെ. ഇനി ഇതാണെങ്കിലോ? ട്രൈബർ 2020 വണ്ടിയാണ്. ട്രൈബർ 20 വണ്ടിയാണ്. ഇത് ഓടിയതൊക്കെയോ? കിലോമീറ്റർ 16,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. 16,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. RXL ആണ് ഓപ്ഷൻ. RXL ആണ്, അതായത് ഒരു മിഡിൽ ഓപ്ഷൻ എന്ന് വേണേ പറയാം അല്ലേ? അതെ. ഇതിൽ എന്തെങ്കിലും അപാകത ഉണ്ടോ? അപാകതകളൊന്നുമില്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല അല്ലേ? പിന്നെ ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റ് ആണ് കേട്ടോ. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡിന്റെ ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ക്യാമറ ചെയ്തിട്ടുണ്ട്. ഇതിൽ 2 ഡോർ പവർ വിൻഡോ വരുള്ളൂ അല്ലേ? പവർ വിൻഡോ വരുന്നത്. അടിപൊളി. എന്തായാലും വണ്ടി നല്ല ക്ലീൻ ആണ്. ഇത് നമ്മള് പിന്നെ 2020 2ാം മാസം ഡെലിവറി എടുത്താ അല്ലേ? കിലോമീറ്റർ 16,000 കിലോമീറ്റർ. 16 ഓടിയിട്ടുള്ളൂ അല്ലേ? ഒരു റീപ്ലേസ് ഇല്ലല്ലോ? ഒന്നുമില്ല. പക്ക വണ്ടി. പ്രൈസോ? 5.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 5.5 ലക്ഷം രൂപയ്ക്ക് വെറും 16,000 രൂപ വണ്ടി. ഓ മാൻ, ഏകദേശം ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. ഇത് ഫുൾ ലോൺ കിട്ടൂലടാ. ഡൗൺ പേയ്മെന്റ് ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് പ്രൊഫൈലൊക്കെ പക്കയാണെങ്കിൽ ഫുൾ ലോൺ കിട്ടും. 5.5 ലക്ഷം രൂപയ്ക്ക് 2020 മോഡൽ 16,000 കിലോമീറ്റർ വണ്ടി അല്ലേ? ഓ, അതൊന്നും നിങ്ങൾ മിസ് ചെയ്യരുത്. എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, വേമേ നോക്കിയോ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? അമേസിംഗ് കൊടുക്കാം. അമേസ് 2018 മോഡൽ S ആണ്. 18S അമേസ്. സിംഗിൾ ഓണർഷിപ്പ്, 50,000 കിലോമീറ്റർ. പെട്രോൾ അല്ലേ? പെട്രോൾ. ടയർ കണ്ടോ? 4 പുത്തൻ ടയറാണ്. ബോഡി വേസ് നല്ല നീറ്റ് ആണ് കേട്ടോ. ഈ ഒരു കളർ ആയതുകൊണ്ട് ഇതിനകത്ത് സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അത് 50,000 രൂപയുള്ളൂ. അത് നമുക്ക് വാറണ്ടി കൊടുക്കാം. നമുക്ക് ഫുൾ കവർ ഇൻഷുറൻസ് കസ്റ്റമേഴ്സിന് എടുത്തു കൊടുക്കാം. ഇന്റീരിയർ നല്ല ക്ലീൻ ആണ്. S എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ അല്ലേ? പിന്നെ വേറെ ഒരു അപാകത ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. അപാകതകളൊന്നുമില്ല. അപ്പൊ അവർ കസ്റ്റമേഴ്സിന് നമുക്ക് 5,65,000 രൂപയ്ക്ക് കൊടുക്കാം. മോഡൽ ഏതായിരുന്നു? 2018 മോഡൽ. 565 നമുക്ക് ഒരു 1 ഇയർ വാറണ്ടി കൊടുക്കാം. അതുപോലെ തന്നെ ഇൻഷുറൻസ് കൊടുത്തു. ഇൻഷുറൻസ് ഫുൾ കവർ ശരിക്കും പറഞ്ഞാൽ സ്വിഫ്റ്റിന്റെ വിലക്ക് അതൊക്കെ ഇയർ എൻഡ് ആയിട്ടുള്ള ഓഫേഴ്സ് ആട്ടോ. 565 അത്രയും തരില്ല, മാക്സിമം കുറച്ച് നോക്കിയിട്ട് വരുമ്പോൾ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവണേ. എന്തായാലും ചെയ്യാം. ഓക്കെ, അതായത് നല്ല വൃത്തിയുള്ള വണ്ടിയാട്ടോ, നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഈ ബലേന നടക്കേണ്ടത് 2019 വണ്ടിയാണ്. 19 ആണ്. ഓ, നല്ല വൃത്തിയുണ്ടല്ലോ വണ്ടി. നല്ല വൃത്തിയുണ്ട്. അത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വേരിയന്റ് ഡെൽറ്റ ആണല്ലേ? ഡെൽറ്റ 19 ഡെൽറ്റ വേരിയന്റിൽ വരുന്ന വണ്ടിയാണ്. വണ്ടി വേറെ അപാകതകളൊന്നും തന്നെ പറയാനില്ല. ഈ റോഡ് സൈഡ് ആയതുകൊണ്ടേ വണ്ടിക്കാർ ചറ ഹോണടിയാണ് കേട്ടോ, രക്ഷയില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഇനി ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം. ഇതിൽ സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം വരുന്നുണ്ട് അല്ലേ? ഡെൽറ്റയുടെ ന്യൂ ഷേപ്പ് ആണ്. നമുക്ക് പ്രൊജക്ടർ, ഹെഡ് ലാമ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എല്ലാം വരും. അത് മാത്രമല്ല ക്ലൈമറ്റ് കൺട്രോൾ AC ഉണ്ട്. പിന്നെ ഒരു ടച്ച് സ്ക്രീൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഒരു 15-16 മൈലേജ്. ഇത് കണ്ടാൽ ശരിക്കും അൽഫയാനേ പറയുള്ളൂ അല്ലേ? റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ് ബോണറ്റ് മൈനർ ക്ലെയിം ചെയ്തിട്ടുണ്ട്. ബോണറ്റ് മാത്രം.
അത് അല്ലല്ല മൈനർ ആണ്. ഹിസ്റ്ററിയിൽ കറക്റ്റ് ഉണ്ട്. ഹിസ്റ്ററിയിൽ കറക്റ്റ് ഉണ്ട്. കിലോമീറ്റർ 55,000 സെക്കൻഡ് ഓണർഷിപ്പ് 5.5. ഓക്കെ, അപ്പൊ എന്തായാലും വിലയും കൂടി കേട്ടെ. വില നമുക്കൊരു 5.85 കൊടുക്കാം. 5,85,000 കൊടുക്കാം. അതും 2018 വണ്ടി 19 വണ്ടി അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. പൊരിഞ്ഞ വെയിലാണ്. നേരത്തെ വരാൻ ഞാൻ പറഞ്ഞ കേട്ടില്ല. എന്തായാലും നിന്ന് ഉരുക്. ഇനി നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു ഓഫറിൽ നമുക്കൊരു പോളോ കൊടുക്കാം. ഡീസൽ പോളോ. അതെ, ഡീസലാണ്. ഡീസലാണ് 2011 മോഡല്. കംഫർട്ട് ലൈനാ. അലോയിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. 4 ടയറും അത്യാവശ്യം 90% ഉണ്ട്. അതെ. ഇത് ഓടി എത്രയാ? ഇതിന് പ്രത്യേകത എന്താ വെച്ചാല് ഇത് 76,000 ആകെ ഓടിയിട്ടുള്ളൂ. 76,000 ആകെ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ ആയിരിക്കും. ജെന്യൂൻ കിലോമീറ്റർ ഉറപ്പ് 100%. 76,000 2011 വണ്ടി ഫിറ്റ് ആണ്. വണ്ടി അതെ അല്ലേ? ഇന്ത്യയിലൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാം. അതെ അതെ, ആ കമ്പനി വന്ന സമയത്ത് ചെയ്ത സാധനങ്ങളാണ്. ഈ സീറ്റ് കവർ ഒന്നും ഇപ്പൊ കാണാൻ പോലും ഇല്ല അല്ലേ? ഇല്ല. കമ്പനി അന്ന് വന്നപ്പോൾ ഉള്ള സീറ്റ് കവേഴ്സ്. ഒരു 18 കിലോമീറ്റർ മൈലേജും കിട്ടും. തട്ടുമുട്ട ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിപ്പോ എന്താ വില വരുന്നത്? നമുക്കൊരു 2.65 കൊടുക്കാം. 2.65 കൊടുക്കാം. ഡീസൽ ചെറിയൊരു മാറ്റം കൂടെ നമുക്ക് അതിൽ വരുത്താം. ചെയ്ത് കൊടുക്കാം അല്ലേ? 2011 മോഡലാണ്. 11. ഓക്കെ, വേറെ ഒരു പ്രശ്നമില്ല. നല്ല വണ്ടി. അത് കിലോമീറ്റർ കുറവാണെന്നുള്ളതാണ് ഹൈലൈറ്റ് അല്ലേ? അതായത് നിങ്ങൾ മിസ് ചെയ്യണ്ട. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വേറെ എന്ത് വേണം അല്ലേ? ഇതാനൊക്കെ എങ്ങനെ ഈ ഒരു ഇതിലേക്ക് 11ലേക്ക് പോകുമ്പോൾ മുതൽ 3rd അല്ലെങ്കിൽ 4th ഓണർഷിപ്പിലേക്ക് പോയിട്ടുണ്ടാവും. അതെ അതെ, ഇത് 1.2 ലിറ്റർ ആണ്. ഒരു റീപ്ലേസും ഇല്ലാത്ത ക്ലീൻ പീസ് വണ്ടി. 2.65 അത് നെഗോഷ്യബിൾ ആണല്ലേ? ചെറിയ മാറ്റങ്ങളൊക്കെ അടിപൊളി. അതുപോലെ തന്നെ നല്ല അടിപൊളി സിയാസ് 2016 മോഡൽ VXI പ്ലസ് ആണ്. 16 VXI പ്ലസ് അല്ലേ? അതെ, 62,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. 62 ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ ആണ്. വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ്, ഒരു കുറ്റം പറയാനില്ല. വേരിയന്റ് ഏതാ ബ്രോ? വേരിയന്റ് VXI പ്ലസ് ആണ്. VXI പ്ലസ്, സോറി VXI പ്ലസ് അല്ലേ? ഇതിൽ ഡെൽറ്റ എന്നൊക്കെ ഇതിന്റെ പുതിയ ഷേപ്പിനല്ലേ പറയാ? അത് ന്യൂ ഷേപ്പിലാണ്. അതിലിപ്പോ നോർമലി നമുക്ക് എന്താ വെച്ചാല് അലോയ് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ. വേറെ റീപ്ലേസ് ഒരു ഡോറ് മൈനർ ക്ലെയിം ചെയ്തിട്ടുണ്ടല്ലേ? അതെ. മേജർ അല്ല, മൈനർ ആണ്. എന്നാ ഞാൻ ഈ സൈഡ് ഒന്ന് കാണിച്ചു കൊടുക്കാം. ആ സൈഡ് ഒരു ഡോർ ലോക്കാ. അല്ല, ഓപ്പൺ ആയി. എന്തായാലും ഈ സൈഡ് കാണിക്കാം. ഇവിടെ വന്ന സ്ഥിതിക്ക് ഇത് VXI പ്ലസ് ആയതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസും എല്ലാ സാധനവും ഉണ്ടല്ലേ? നിലവിൽ വൃത്തിയുണ്ട് കേട്ടോ. വണ്ടി കുറ്റം പറയാനും മാത്രം ഒന്നുമില്ല. അതുപോലെ തന്നെ ഒരുവിധം ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. അലോയ് വീൽസ് അടക്കം. അതെ, എനിക്ക് തോന്നുന്നു VXI പ്ലസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ZXi തന്നെ ആയല്ലോ അല്ലേ? ഇതിലിപ്പോ അലോയ് വീലും കാര്യങ്ങളൊക്കെ കസ്റ്റമർ എക്സ്ട്രാ ചെയ്തതാണ്. നിലവിൽ ZXi എന്ന് പറയാം. ഓക്കെ, ഇതിപ്പോ മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 2016. ഓടിയത് എത്രയാ? കിലോമീറ്റർ 62,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. 62,000. പെട്രോൾ ആയതുകൊണ്ട് കംപ്ലൈന്റ് ഉണ്ടാവില്ല അല്ലേ? വിലയോ? വില നമുക്കൊരു 5,55,000 രൂപയ്ക്ക് കൊടുക്കാം. 5,55 കൊടുക്കാം. അത് നെഗോഷ്യബിൾ ആവൂലേ? ചെറിയൊരു മാറ്റം കൂടെ അതിൽ വരുത്തി തരാം. അതുപോലെ നമുക്ക് ഒരു 1 ഇയർ വാറണ്ടി കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും 5,55,000 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഇതാ ഈ വണ്ടി തരുന്നത്. അതും VXI പ്ലസ്, നല്ല ക്ലീൻ വണ്ടി. മേജർ ആക്സിഡന്റ് ഒന്നുമില്ലല്ലോ? ഗ്യാരണ്ടി, വാറണ്ടിയും കൊടുക്കാം അല്ലേ? വാറണ്ടിന്റെ പിന്നെ എന്ത് പേടിക്കാനല്ലേ? അധികം വണ്ടികൾക്കും വാറണ്ടി കൊടുക്കാം. അത് ഓൾമോസ്റ്റ് എല്ലാം പുതിയ വണ്ടി തന്നെയല്ലേ? അതുപോലെ തന്നെ ഈ ടിയാഗോ ആണെങ്കിലോ? ടിഗോർ ഓട്ടോമാറ്റിക് ആണ്. ഇത് ടിഗോർ അല്ലേ? ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ടിഗോർ ആണ്. ടിഗോർ എന്ന് പറയുമ്പോൾ ഇതിനൊരു ചെറിയ ഡിക്കി വരും. അതെ, ടിയാഗോനേക്കാളും. അത് നമുക്ക് സ്പെഷ്യൽ ഓഫറിൽ കൊടുക്കാം. ഇത് ഓട്ടോമാറ്റിക് 2017 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 17 സെക്കൻഡ് ഓണർ ആണ്. XT ആണ്. 50,000 ഓടിയിട്ടേ ഉള്ളൂ. അത് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. 50,000 ജെനുവിൻ ആണല്ലോ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ ആണ്. ഇന്റീരിയർ ഒന്നും മോശം, റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റ് ഇന്റീരിയർ അല്ലേ? അതെ, ഒരു ഓടിക്കാൻ സ്മൂത്താ. ഏതാ? ഓടിക്കാൻ സ്മൂത്താ അല്ലേ? പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് ഓട്ടോമാറ്റിക് ആണെന്നുള്ള. ഓട്ടോമാറ്റിക് ആണ്. ഇതൊക്കെ നമുക്ക് 1 വർഷം വാറണ്ടിയില് ഒരു 3,85,000 രൂപയ്ക്ക് കൊടുക്കാം. 3,85,000 17 മോഡൽ ടിഗോർ കൊടുക്കാം. അടിപൊളി. 3,85,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 17 മോഡൽ ടിഗോർ കിട്ടും. അതും ഓട്ടോമാറ്റിക് മിഡിൽ ഓപ്ഷൻ വണ്ടി അല്ലേ? അതായത് നിങ്ങൾ മിസ് ചെയ്യണ്ട കേട്ടോ. മാക്സിമം ഇത് ഫുൾ ലോൺ തന്നെ കയറുകയോ ചെയ്യും അല്ലേ? പക്ക പ്രൊഫൈൽ ആണെങ്കിൽ എന്തായാലും നോക്കിക്കോട്ടോ. ടിഗോർ കാര്യങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ ഇത് മിസ് ചെയ്യാണ്ട് നോക്കിക്കോ. അതേപോലെ തന്നെ കിഡ് കാണിക്കാം. കിഡ് ഏതാ? 2020 1 ലിറ്റർ ആണ്. 20 1 ലിറ്റർ. ഇതിൽ 4 ഡോർ വിൻഡോ വരില്ലേ? 4 ഡോർ വിൻഡോ വരും. ഇതിനകത്ത് ടയർ ഭാഗങ്ങളൊക്കെ അടിപൊളിയാണ്. അതെ. ഇത് ഓടി എത്രയാ ബ്രോ? കിലോമീറ്റർ നമുക്ക് 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 50 ഓടിയിട്ടുണ്ട്. അത് RXL ആണ്. 2 ഡോറോ വരുള്ളൂ കേട്ടോ. ഏതാ? 2 ഡോറോ വരുള്ളൂ. RXL ആണ്. RXL അല്ലേ? ബേസ് ആണല്ലേ? ഫ്രണ്ടിൽ പക്ഷേ 2 പവർ വിൻഡോ വരും. ഇന്റീരിയർ ഒക്കെ എന്താ പറയാ, നല്ല വൃത്തിയുണ്ട്. ക്ലീൻ ആണ്. നിലവിൽ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. മാനുവൽ ആണ് കേട്ടോ. കറക്റ്റ് പറഞ്ഞാൽ 50,008 കിലോമീറ്റർ അല്ലേ? 8 കിലോമീറ്റർ. പിന്നെ ന്യൂ ഷേപ്പ് ആണെന്നുള്ളതാണ് ഹൈലൈറ്റ്. അതിന്റെ അത്യാവശ്യം കുറച്ചുകൂടി ലുക്കായി അല്ലേ?
ഇത് വിലയോ? ഇതൊക്കെ നമുക്കൊരു 3.55 കൊടുക്കാം. 3.55 കൊടുക്കാം. 3,55,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 11ാം മാസം ഡെലിവറി വന്ന 20 മോഡൽ വണ്ടി അല്ലേ? ഓക്കെ, എന്തായാലും നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ. അത് നിങ്ങൾ മിസ് ചെയ്യണ്ട, നോക്കിക്കോളൂ. ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. വിവേക് ബ്രോന്റെ നമ്പർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു ഹോണ്ട കിടപ്പുണ്ടല്ലോ, WRV ഡീസലാണത്. ഡീസൽ അടിപൊളി, നല്ല മൈലേജ് ആട്ടോ. മൈലേജ് ആണ്. 2019 VX ആണ്. 19 VX ആണ്. കാര്യം പറഞ്ഞാൽ VX ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി സൺപ്രൂഫ് ഉണ്ട് കേട്ടോ. ഇത് ഓടി എത്ര ബ്രോ? കിലോമീറ്റർ ഓടി 74,000 ആണ്. ജെനുവിൻ കിലോമീറ്റർ ആണ് ഡീസൽ. അടിപൊളി, ജെനുവിൻ കിലോമീറ്റർ ആണെങ്കിൽ അത് പൊളിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയൊക്കെ ഇങ്ങനെ കിലോമീറ്റർ കുറഞ്ഞത് കിട്ടൂല അല്ലേ? അത് ഓണർഷിപ്പ് ഇപ്പോൾ നമുക്ക് തേർഡ് ആയിട്ടുണ്ട്. ഞങ്ങൾ കൊടുത്ത വണ്ടിനായിരുന്നു, ഒരു ഫിനാൻഷ്യലി ചെറിയ പ്രശ്നക്കാരെ ഞങ്ങൾ തിരിച്ചെടുത്തതാണ്. അതെ അല്ലേ? അതായത് ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ സകല സൺറൂഫും വരുന്നുണ്ട്. ചെറിയൊരു 7 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ വണ്ടികളില്ല. ഈ ബട്ടൺ സ്റ്റാർട്ട് അതുപോലെ സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ഡീസൽ വണ്ടികൾ കിട്ടില്ല. ഓവറോൾ വണ്ടി നല്ല വൃത്തിയാണ് കേട്ടോ. വൃത്തിയുണ്ട്, കുറ്റമൊന്നും പറയാനില്ല. എന്താ പറയാ, മോശമെന്ന് പറയാനില്ല. വണ്ടി വൃത്തിയുള്ള വണ്ടി തന്നെയാണ്. വീൽസ് ഉണ്ട്, ടയർ ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? നിലവിൽ ഓണർഷിപ്പ് തേർഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബോണറ്റ് മൈനർ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അത് മേജർ അല്ല, ഹിസ്റ്ററിയിൽ കറക്റ്റ് ഉണ്ട്. ഫ്രണ്ടിലെ വേറെ ഒരു സാധനം മാറിയിട്ടില്ല, ഒന്നും മാറിയിട്ടില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഇടിച്ചതല്ലാന്ന് ഉറപ്പാണ്. അതെ. ഇതിന്റെ വില കേട്ടെ? വില നമുക്കൊരു 7,40,000 രൂപയ്ക്ക് കൊടുക്കാം. 7,45 നെഗോഷ്യബിൾ ആവുമോ? ഡീസൽ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ? ഇതെന്തായാലും മുതലാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോണ്ടയാണ്, നല്ല അടിപൊളി എഞ്ചിനാണ്, കംപ്ലൈന്റ് കുറയും അല്ലേ? പിന്നെ മെയിൻ മൈലേജ് ആണ്. ടിയാഗോ ഒപ്പം നമ്മൾ എടുത്തിട്ടുണ്ട്, വർക്ക് മൊത്തം കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോ നമ്മുടെ ക്രോസ് പോലത്തെ സാധനമാണല്ലോ. അതെ, NRG അല്ലേ? ഇതിപ്പോ നിലവിൽ പോളിഷ് ചെയ്തോണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഇന്റീരിയർ കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റ് അല്ലേ? ഈ NRG വരുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾ ഓപ്ഷൻ ലെവലിൽ വരുന്ന വണ്ടിയാണ് കേട്ടോ. എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. 50,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 50 ഓടിയിട്ടുള്ളൂ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് നമുക്ക് വില എത്ര? 4 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. എത്ര? 4 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 4,50,000 രൂപയ്ക്ക് 2020 വണ്ടി അല്ലേ? 20 വണ്ടി. അതും കിലോമീറ്റർ കിലോമീറ്റർ 50,000. അതെ, ഇസ്റ്റർ കൊടുത്തൂടെ? ഇസ്റ്റർ കൊടുക്കാം. വേറെ ഒരു അപാകത ഇല്ലല്ലോ? ഇല്ല, ഒരു അപാകത ഇല്ല. ഓക്കെ, ഇത് ഈ NRG എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ക്രോസ് വേരിയന്റ്. അതെ, ക്രോസ് വേരിയന്റ് ആണ്. അതില് സൈഡ് ബമ്പറുകൾ കുറെ വരുന്നുണ്ട്. സൈഡിൽ ക്ലാഡിങ്സും അതും ഇതൊക്കെ വരുന്നുണ്ട്. ഡിക്ക് പ്രൊട്ടക്ടർ വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഓവറോൾ വണ്ടി വൃത്തിയുള്ള വണ്ടി 4.5 ലക്ഷം രൂപയ്ക്ക് 2020 മോഡൽ വണ്ടിയാണ്. കോൺടാക്ട് ചെയ്തോളൂ ബ്രോ. സ്പെഷ്യലായിട്ട് പറയാണ്, നമുക്ക് വീഡിയോ കണ്ട് വരുന്ന കസ്റ്റമേഴ്സിന് സ്പെഷ്യൽ ഓഫറിൽ നമ്മൾ കൊടുക്കും. ഞാൻ പറയണ്ട, നീ തന്നെ പറഞ്ഞു. അത് കൊടുത്താൽ മതി, എന്തായാലും കൊടുക്കും. ഒരു 1 ഇയർ വാറണ്ടിയും കൊടുക്കാം. അതിപ്പോ നമ്മൾ കാണിച്ച ഒരുവിധം എല്ലാ വണ്ടിക്കും 1 ഇയർ വാറണ്ടി. പിന്നെ വേറെ കുറച്ച് വണ്ടികൾ നമ്മൾ റീൽ ഇട്ടിട്ടുണ്ട്, കാണാൻ മറക്കണ്ട അല്ലേ? വീഡിയോയിൽ ഒരുപാട് ലെങ്ത് ആവാതിരിക്കാനാണ്. വിവേക് ബ്രോ, നമുക്ക് അടിപൊളി ഒരു സ്വിഫ്റ്റ് കൂടി കാണിച്ചു കൊടുത്താലോ? സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് ആണ്, 2020 മോഡൽ. ഓട്ടോമാറ്റിക് ആണ്, 2020 മോഡൽ. VXi വണ്ടി അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. നല്ല വൃത്തിയുണ്ടല്ലോ വണ്ടി. 82,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 82,000. അതെ. അതായത് 2020 82,000 നോർമൽ ഓടിയിട്ടുണ്ട്. പക്ഷെ അപാകത ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. അത് ഒരു മൈനർ ക്ലെയിം ഉണ്ട്, ഡോർ മാറിയിട്ടുണ്ട്. മൈനർ ആണ്, ഹിസ്റ്ററിയിലുണ്ട്. ഒരു ഡോർ മാറിയിട്ടുണ്ട്. അത് മൈനർ ആണ്, ഹിസ്റ്ററിയിൽ കറക്റ്റ് ഉണ്ട്. കമ്പനി സർവീസും ആണ്. 79,000 സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. അതെ. ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്, ഒരു കുറ്റവും കാര്യമായിട്ട് പറയാനില്ല. അന്ന് സംഭവം സെപ്പറേറ്റ് ഒരു സാധനം നമുക്ക് ഇത് യൂസ് ചെയ്തതേ നമുക്കൊരു ഹാൻഡിക്യാപ്ഡ് ആളായിരുന്നു. ഓ, അങ്ങനെ അല്ലേ? അതിന് സെപ്പറേറ്റ് ഒരു സംഗതി അവിടെ വെച്ചിട്ടുണ്ട്, അതായത് ക്ലച്ചിനുള്ള സാധനം അല്ലേ? ക്ലച്ച് അല്ല, ബ്രേക്കിനുള്ളത്. ഓക്കെ, അതെന്താ ഇങ്ങനെ ഒരു സംഭവം ലിവറാണ് കൊടുത്തിട്ടുള്ളത്. റിമൂവ് ചെയ്താൽ മതി അല്ലേ? ഓക്കെ, എന്തായാലും വണ്ടി നല്ല വൃത്തിയുണ്ട്, വേറെ അപാകതകളും ഇല്ല. ഓക്കെ, ഇത് നമുക്കിപ്പോൾ എന്താ പ്രൈസ്? നമുക്ക് 5,85,000 രൂപ കൊടുക്കാം. 5,85,000 കൊടുക്കാം. 5,85,000 രൂപയ്ക്ക്. അതായത് ആ ഡോർ മാത്രമല്ലേ ക്ലെയിം ഉള്ളൂ? ഒന്നുമില്ല. കസ്റ്റമർക്ക് വേണ്ടി നമ്പർ അടിച്ചു നോക്കിയാൽ ഹിസ്റ്ററി കറക്റ്റ് കിട്ടുമല്ലോ അല്ലേ? ഓക്കെ, 5,85,000 20 ഓട്ടോമാറ്റിക് വണ്ടി. അടിപൊളിയാ, മോശമൊന്നുമില്ല അല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു കേട്ടൻ 2018 വണ്ടിയാണ്. 18 VXi ആണ്. 18 VXi ആണ്. അത് ഏതോ ഫ്രീക്കന്റെ വണ്ടിയാന്ന് തോന്നുന്നു. കുറച്ച് പണിയൊക്കെ എടുത്തിട്ടുണ്ട്. 66,000 ഓടിയിട്ടേ ഉള്ളൂ. 66 ഓടിയിട്ടുള്ളൂ. ഇതിൽ എന്തെങ്കിലും അപാകത മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇന്റീരിയർ ആണെങ്കിലും മോശമൊന്നുമില്ല. പിന്നെ കേട്ടനാകുമ്പോ വലിയൊരു വണ്ടിയല്ലേ? നമുക്ക് ആ ഒരു സെഗ്മെന്റ് നമുക്ക് 800 cc-നെക്കാട്ടും 800 cc അല്ലേ വരിക, 1000 cc അല്ലേ വരിക. ഒരു ഓൾട്ടോണും ഇയോണും കമ്പയർ ചെയ്യുമ്പോൾ അതിലേറെ ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുള്ള വണ്ടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ചും കൂടി ഒരു എടുപ്പുള്ള വണ്ടി. ഇത് 18 മോഡലാണ്. 60 ഓടിയ നമുക്ക് 66,000 ഓടിയിട്ടുണ്ട്. ഓക്കെ, വിലയോ? വില നമുക്ക് 3.5 ലക്ഷം രൂപ ചോദിക്കുന്നു. 3,50,000 18 വണ്ടിക്ക് അല്ലേ? കുറയോ?
ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് വരും, ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. 3.5 ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ സാധാ ഒരു അൾട്ടോ 2022 മോഡൽ ഓൾട്ടോ 800. 22? അതെ അതെ, വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്, നിലവിൽ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. 30,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. ഇപ്പോൾ 30,000 എന്ന് പറയുമ്പോൾ 22-നെ അപേക്ഷിച്ച് നോർമൽ ഓട്ടത്തിലും കുറച്ച് കൂടുതൽ ഓടിയിട്ടുണ്ട്. പക്ഷേ വേറെ അപാകതയൊന്നുമില്ല, ഒന്നുമില്ല, അപാകതകളൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതായത് 2022 5-ാം മാസമാണ് ഡെലിവറി വന്ന വണ്ടിയാണ് കേട്ടോ. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇന്റീരിയർ കൂടി കാണിച്ചു തരാം. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരും. VXI അല്ലേ? അതെ അതെ, മോശമൊന്നുമില്ല കേട്ടോ, നല്ല അടിപൊളി സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 22 വണ്ടി ലോ കിലോമീറ്റർ എന്ത് വിലയ്ക്ക് കൊടുക്കാം? നമുക്കൊരു 3.85 കൊടുക്കാം. 3.85 കൊടുക്കാം. 3,85,000 രൂപ. അതെ അതെ, അത് 22 മോഡലാണെന്ന് കൂടി ആലോചിക്കണം കേട്ടോ. അത് നെഗോഷ്യബിൾ ആവില്ലേ ബ്രോ? ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് അതിൽ വരുത്താം. എന്തായാലും കൊടുക്കണം കേട്ടോ. നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്, ഓഫർ. ഓക്കെ, അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾക്ക് വില കുറച്ച് തരും കേട്ടോ. അപ്പോൾ എന്തായാലും ബ്രോനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഒരു i20 കൂടി കാണിച്ചു കൊടുക്കാം. 2015 മോഡലാ. 15 അല്ലേ? നമ്മുടെ അടുത്ത് കുറേ സ്റ്റോക്ക് ഉണ്ട്. സ്റ്റോക്ക് ഉണ്ട് i20. അത് നമുക്ക് ആസ്റ്റയാണ് ഓപ്ഷൻ വരുന്നത്. ഓ, ആസ്റ്റയാണ്. അതെ, 2015 മോഡൽ. 15 അല്ലേ? പെട്രോൾ അല്ലേ? പെട്രോൾ. ഓടിയതോ? കിലോമീറ്റർ 76,000 കിലോമീറ്റർ ഓടി. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 15 76 എന്ന് പറയുമ്പോൾ വലിയ കൂടുതലൊന്നും അല്ല. സെക്കൻഡ് ഓണർ അല്ലേ? ഹിസ്റ്ററിന്റെ ലെവൽ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ഒരുവിധം ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വണ്ടിയാണ് കേട്ടോ. പിന്നെ ടയർ ഭാഗങ്ങളും അലോയ് വീലും എല്ലാം കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെ വരും. 15,76,000 ഓടിയ ആസ്റ്റ. എന്താ വില? നമുക്ക് 5.10 കൊടുക്കാം. 5.10. 16 വണ്ടി അല്ലേ? അടിപൊളി. അത് നെഗോഷ്യബിൾ ആവൂലേ? ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് കയ്യിൽ വരും, ചെയ്ത് കൊടുക്കാം അല്ലേ? അതുപോലെ തന്നെ വാറണ്ടിയും കൊടുക്കാം. ഓക്കെ, എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. പെട്രോൾ വണ്ടിയാണ്, വാറണ്ടി ഒന്നും ഇല്ലല്ലോ, ഒരു പേടിയും വേണ്ട. നിങ്ങൾ എടുത്ത് 15 വണ്ടിയാണേ. 15 അതെ അതെ ബ്രോ. അടുത്തതൊരു കിഡാണ്, 2018 മോഡലാണ്. നമ്മൾ ഓൾറെഡി ഒരു ന്യൂ ഷേപ്പ് കാണിച്ചു, പഴയ ഷേപ്പ് വേണമെങ്കിൽ അതുണ്ട്. അതെ അതെ, അതുണ്ട്. നമുക്ക് 2018 മോഡൽ 1 ലിറ്റർ. 18 മോഡൽ 1 ലിറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 50,000 കിലോമീറ്റർ ആണ്. 50. അതെ, നിലവിൽ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഹിസ്റ്ററി കൊടുക്കാമല്ലോ അല്ലേ? ഹിസ്റ്ററി കൊടുക്കാം. മെയിൻ ഗ്ലാസ് ചെറിയൊരു ക്രാക്ക് ഉണ്ട്, അത് നമുക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. അതെ അല്ലേ? അതെ. ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്. എനിക്ക് തോന്നുന്നു RX ആണെന്ന് തോന്നുന്നു അല്ലേ? RXL. അത്യാവശ്യം എന്താ പറയാ, കമ്പനി ഫിറ്റഡ് ആയിട്ടുള്ള മ്യൂസിക് സിസ്റ്റം സംഭവങ്ങളൊക്കെ ഉണ്ട്. 1 ലിറ്റർ വണ്ടി വരുമ്പോൾ അങ്ങനെ വരുള്ളൂ അല്ലേ? സോറി, ചെറിയൊരു ക്രാക്ക് ഉണ്ട്. RXL ആണ്. RXT ആണ് വരുന്നത്. അന്നത്തെ ഫുൾ ഓപ്ഷൻ. അതെ, മെയിൻ ഗ്ലാസ് ക്രാക്ക് ഉണ്ടാകുമ്പോൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കിക്കോളൂ. ഇതിന് നമുക്കിപ്പോ വിലയോ 3,10,000 രൂപയ്ക്ക് കൊടുക്കാം. 3.10 കൊടുക്കാം. അത് റീപ്ലേസ് ചെയ്ത് നമുക്കൊരു 1 ഇയർ വാറണ്ടി ഒക്കെ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും 18 വണ്ടിയാണ്. ആ മെയിൻ ഗ്ലാസ് ഒരു ക്രാക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വര മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ മാറ്റിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ നോക്കിയിട്ട് ചെയ്തോളൂ കേട്ടോ. മാറ്റി കൊടുക്കുമല്ലോ? 3.10 അല്ല? 3.10. ഓക്കെ, എന്തായാലും വിളിച്ചോളൂ. മാക്സിമം നിങ്ങൾക്ക് ലോണും ചെയ്തു തരും. അതുപോലെ 14 മോഡൽ VXI സെലേറിയോ ആണ്. 16 ആണ്. 14 ഫസ്റ്റ് വണ്ടി അല്ലേ? 14 മോഡൽ 60 സംതിങ് കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. 60 സംതിങ്. അതായത് ഇവിടെ ഈ വണ്ടി ഇട്ടിരിക്കുന്നത് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണ്, അതുകൊണ്ടാണ് കാണിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ഫുൾ ഫോട്ടോസും ഡീറ്റെയിൽസും അയച്ചു തരും. 14 മോഡൽ സെലേറിയോ ഓടിയതോ? കിലോമീറ്റർ ഓടിയത് 60,000 കിലോമീറ്റർ. 60,000 അല്ലേ? അത് വളരെ ലോ കിലോമീറ്റർ അല്ലേ? 14 അപേക്ഷിച്ച് വളരെ ലോ കിലോമീറ്റർ ആണ്. പിന്നെ ഇത് നമുക്ക് എന്തുവരെയ്ക്ക് കൊടുക്കാം ബ്രോ? നമുക്ക് നിലവിൽ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, തേർഡ് ഓണർഷിപ്പ് ആണ്. നമുക്ക് നിലവിൽ ഒരു 2.80 നമുക്ക് കൊടുക്കാം. 2,80,000 അത് നെഗോഷ്യബിൾ ആക്കി കൊടുക്കാം. 2,80,000 രൂപയ്ക്ക് 14 വണ്ടി കൊടുക്കാം. ഓക്കെ, എന്തായാലും നോക്കിക്കോട്ടെ. ഈ സെലറി ഒക്കെ അത്യാവശ്യം ഉപയോഗിക്കാൻ കൊള്ളാവുന്ന നല്ല വണ്ടിയാണ്. അതുപോലെ തന്നെ ഐറ്റം നമുക്ക് ലോ ബഡ്ജറ്റിലെ ഒരു ഐറ്റം ഉണ്ട്. ലോ ബഡ്ജറ്റിലെ ഐറ്റം. ഇതിപ്പോ ഏതാ മോഡലൊക്കെ? ഇത് 2008 മോഡലാണ്. പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. 2008 പുതിയ മോഡൽ, പുതിയ പേപ്പർ എടുത്താണ്. ഓൾമോസ്റ്റ് 5 വർഷം പേപ്പർ ഉണ്ടാവും. അതെ അതെ, നിലവിൽ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നീറ്റാണ്. ടയർ ഭാഗങ്ങളും കാര്യങ്ങളും ഇന്റീരിയറിലാണെങ്കിലും ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതെ അതെ, AC കാര്യങ്ങൾ, പവർ സ്റ്റാറിംഗ് എല്ലാം വർക്കിംഗ് ആണ്. ഓടിയത് എത്രയാണ്? കിലോമീറ്റർ 86,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും. 86,000. അത് ജെനുവിൻ ആയിരിക്കും ബ്രോ? ജെനുവിൻ കിലോമീറ്റർ ആയിരിക്കും. നമ്മളിപ്പോ ഇവിടെ തന്നെ സെയിൽ ചെയ്ത വണ്ടി, അവർക്ക് എക്സ്ചേഞ്ച് വേറെ വണ്ടി കൊടുത്തതാണ്. അതെ അല്ലേ? അതെ. 2008 86,000 എന്ന് പറയുമ്പോൾ വളരെ 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 ലോ കിലോമീറ്റർ അല്ലേ? പിന്നെ പെട്രോൾ ആണ്, കംപ്ലൈൻസ് വളരെ കുറയും. ഒരുവിധം എല്ലാ ഫീച്ചർ 4 ഡോർ വിൻഡോ അടക്കം എല്ലാം വരും കേട്ടോ. വരുന്നുണ്ട്. ഇതിപ്പോ നമുക്ക് പ്രൈസോ? നമുക്ക് 1,25,000 രൂപയ്ക്ക് കൊടുക്കാം. 1,20,000 കൊടുക്കാം. ഓ അടിപൊളി. വണ്ടി കേട്ടോ. അതായത് ഒരു സാധാ അൾട്ടോന്റെ പൈസക്ക് ഒരു മറ്റേ ഗ്രാൻഡ് ഐറ്റം. ഓക്കെ, എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. ഗ്രാൻഡ് ഇല്ല, ഐറ്റം മാത്രമേ ഉള്ളൂ. പഴയ വണ്ടി ആയതുകൊണ്ട്. സ്പോർട്സ് ആണ്. 2008 അല്ലേ? പേപ്പറും എല്ലാം പക്ക. 1,25,000 നെഗോഷ്യബിൾ ആവില്ലേ? ചെറിയൊരു മാറ്റം കൂടെ കൊടുക്കാം. നീ 50,000 പറഞ്ഞാൽ ഞാൻ പിന്നെയും ചോദിക്കും നെഗോഷ്യബിൾ ആവും. അതാണ് സംഭവം. ചെറിയ വീഡിയോ കൊണ്ടുവരുന്നവർക്ക് നമുക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പം എന്തായാലും നോക്കിക്കോളൂ. ക്വാളിറ്റിന്റെ കാര്യത്തിൽ അടിപൊളിയാണ് ബ്രോ. അപ്പോൾ ഏകദേശം മുഴുവൻ വണ്ടികളും നമ്മൾ കാണിച്ചല്ലേ? ബാക്കി നമ്മൾ കാണിക്കാത്ത വണ്ടികളുടെയൊക്കെ കുറച്ച് വലിയ വണ്ടികളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അതിന്റെ റീൽ ഇട്ടിട്ടുണ്ട്, കയറി കാണാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും
നല്ല വണ്ടികൾ ഞാൻ ഓൾറെഡി നിങ്ങളോട് ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റിയും വിലക്കുറവും അല്ലേ? ഇപ്രാവശ്യം അതെന്തായാലും നമ്മൾ മാക്സിമം ചെയ്തിട്ടുണ്ട്. അതായത് ഇയറിന്റെ ആയതുകൊണ്ടും നമുക്ക് എന്താ വെച്ചാൽ മാക്സിമം ഓഫറിൽ കൊടുത്തു. അതുപോലെ തന്നെ നമുക്ക് അധിക കസ്റ്റമേഴ്സിന് അധിക വണ്ടികൾക്കും നമുക്ക് എന്താ വെച്ചാൽ വാറണ്ടി കൊടുക്കും. 1 year വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും കവേർഡ് ആവുന്ന വാറണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് എടുത്തോളൂ. പിന്നെ വാറണ്ടി എന്ന് പറയുന്നത് ഒരു അഡീഷണൽ ബോണസ് ആണല്ലേ? വരുന്ന പ്രശ്നങ്ങൾക്ക് അതുപോലെ തന്നെ ഈ വാറണ്ടിയിൽ നമുക്ക് കിട്ടണമെങ്കിൽ തന്നെ ഈ മേജർ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളുള്ള വണ്ടിക്കൊന്നും വാറണ്ടി കിട്ടില്ല. കാരണം അതിന്റെ അത്രയും ചെക്കപ്പ് കഴിഞ്ഞ് വണ്ടി ഓക്കെ ആയ വണ്ടികൾക്ക് മാത്രമേ വാറണ്ടി കിട്ടൂ. അതില് പിന്നെ ഈ വാറണ്ടി ടീം വാറണ്ടി കൊടുക്കണമെങ്കിൽ അതിന്റെ അകത്ത് വണ്ടിന്റെ എവിടെയൊക്കെ കയറി നോക്കാൻ പറ്റുമോ എല്ലാം നോക്കിയിട്ട് ക്ലിയർ ചെയ്ത് വാറണ്ടി കൊടുക്കുള്ളൂ. പിന്നെ ഇവരുടെ ഒരു ചെക്ക് പോയിന്റ് ഒക്കെ ഉണ്ട്, കണ്ടാൽ തലർക്കും അത്രയും സംഭവം ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ബേസിക് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ വാറണ്ടി ഉള്ളതുകൊണ്ട് ധൈര്യമായിട്ട് എടുക്കാം. അപ്പൊ മാക്സിമം നമ്മുടെ ആൾക്കാർ വരുമ്പോൾ വില കുറയ്ക്കണം. ഇനിയും മാക്സിമം അത്രേ പറയാം. വീഡിയോ വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ വീഡിയോ കൊണ്ട് വരുന്ന കസ്റ്റമേഴ്സ് സ്പെഷ്യൽ ഡിസ്കൗണ്ട്, ചെറിയൊരു ഡിസ്കൗണ്ട് കൂടെ ഞാൻ കൊടുക്കും. അടിപൊളി. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. മാക്സിമം എല്ലാവരും ഒന്ന് കോൺടാക്ട് ചെയ്തോ. നല്ല വണ്ടി വേണ്ടവര് അടുത്തൊരു കിടലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും